നെയ്യാറ്റിൻകര കാവുവിളാകത്തെ ഗോപന്റെ വിവാദ കല്ലറ തുറന്നു പോലീസ്. അഴുകിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്തു. വിഷയത്തെ വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി ഉണ്ടായതിന് പിന്നാലെയാണ് പോലീസിന്റെ നടപടി. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി. അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷമാകും പോലീസ് തുടർ നടപടികളിലേക്ക് കടക്കുക. രാവിലെ 6 മണിയോടെ പോലീസ് സ്ഥലത്തെത്തി കല്ലറ തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. പിന്നാലെ ഫോറൻസിക് സംഘവും ഡോക്ടർമാരും RDOയും എത്തിയതോടെ മൃതദേഹം പുറത്തെടുത്തു. 1.5 മണിക്കൂർ നീണ്ട ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. ഇൻക്വസ്റ്റിന് മുമ്പ് കുടുംബാംഗങ്ങളുമായി സംസാരിച്ചെന്നും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതായും സബ് കളക്ടർ OV ആൽഫ്രഡ് പറഞ്ഞു. അതിന്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു, നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും DYSP ഉണ്ടായിരുന്നു. നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ച് വിഷയത്തെ വർഗീയവൽക്കരിക്കാനുള്ള സംഘപരിവാർ ശ്രമങ്ങൾ പരാജയപ്പെട്ടെന്നും ഇച്ഛാശക്തിയോടെ പോലീസും സർക്കാരും പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് കല്ലറ തുറക്കാനായതെന്നും പുത്തനമ്പലം വാർഡ് കൗൺസിലർ പ്രസന്നകുമാർ ചൂണ്ടിക്കാട്ടി. ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വർഗീയ വിഷം കുത്തിവെച്ച് ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കടത്തിവിടുവാൻ വേണ്ടി ചില സംഘടനകൾ അവിടെ ഉണ്ടായിരുന്നതായി ഞാൻ പോയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് സർക്കാരിൻ്റെ ഇടപെടൽ, ബഹുമാനപ്പെട്ട കോടതിയുടെയും ഇടപെടൽ കൊണ്ടാണ് അവിടെ ഒന്നും സംഭവിക്കാതെ ഇത്തരത്തിൽ നല്ല രീതിയിൽ ഇത് തുറന്ന് പരിശോധിക്കാനുള്ള, പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള ആ വിധി അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. പോസ്റ്റ്മോർട്ടം പൂർത്തിയായെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പരിശോധന പൂർത്തിയാക്കാൻ ദിവസങ്ങളെടുക്കും. ഇതിനുശേഷം മാത്രമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരികയുള്ളൂ. ഇതിന് പിന്നാലെയാവും പോലീസിന്റെ തുടർ നടപടികൾ. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.